ഹായ് ഓൾ. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CMA USA പാർട്ട് 1 വളരെ കോർ ആയിട്ടുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ ബി, പ്ലാനിംഗ്, ബജറ്റിംഗ്, ഫോർകാസ്റ്റിംഗ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ മൊത്തത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് ആൻഡ് ഓൾസോ ഒരു ചെറിയൊരു ടോപ്പിക് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നോക്കിക്കോളൂ. CMA പാർട്ട് 1 സെക്ഷൻ ബി ആയിട്ടുള്ള പ്ലാനിംഗ്, ബജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. നമ്മുടെ CMA എക്സാമിന് 20% വെയിറ്റേജ് ആണ് CMA USA ഈ ഒരു സെക്ഷൻ ബിക്ക് ഉള്ളത്. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പാർട്ട് 1 എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് സെക്ഷൻ ബി എന്നല്ലേ. ഈ ഒരു സെക്ഷനിൽ നമ്മൾ ബജറ്റിംഗ് പ്രോസസ്സിനെ പറ്റി പഠിക്കുന്നുണ്ട്. അതും പ്ലാനിങ്ങുമായിട്ടുള്ള കണക്ഷൻ എന്താണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്ലാനിങ് എന്താണ്, എന്തിനു വേണ്ടിയിട്ട് പ്ലാനിങ് നടത്തുന്നു, പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ ബഡ്ജറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. ഇത്തരത്തിൽ പ്ലാനിങ്ങും ബഡ്ജറ്റിങ്ങും ഫോർകാസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോറായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സത്യം വളരെ ചെറിയൊരു സെക്ഷനാണ് സെക്ഷൻ ബി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്ലാനിങ്ങിനെ പറ്റി ജസ്റ്റ് പറഞ്ഞല്ലേ. എന്താണ് പ്ലാനിങ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് പ്ലാൻ ചെയ്യുന്നത്? പൊതുവേ കമ്പനീസ് ഈ പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയെ വേസ്റ്റേജ് ഓഫ് ടൈം ആയിട്ട് ഒരുപാട് കമ്പനീസ് കണക്കാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മിക്ക കമ്പനീസ് പൊളിഞ്ഞു പോകുന്നതും. ആക്ച്വലി ഈ പ്ലാനിങ് എന്ന് പറയുന്ന ഒരു വേസ്റ്റേജ് ഓഫ് ടൈം അല്ല. അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്തൊരു ബിസിനസ് എത്ര വർഷത്തേക്കാണോ നമ്മൾ റൺ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ആ വർഷങ്ങളിലൊക്കെ എന്താണ് നമ്മൾ നടത്തേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് എത്തിച്ചേരേണ്ട ഫൈനൽ ഡെസ്റ്റിനേഷൻ എവിടെയാണ്, എന്താണ് ഓരോ ബിസിനസ്സിൻ്റെ എയിം, ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലാനിങ് എന്തിനു വേണ്ടി ചെയ്യുന്നു? നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടല്ലേ. അൾട്ടിമേറ്റ്ലി നമ്മൾ വരാനിരിക്കുന്ന കാര്യങ്ങൾ, ഒരു ബിസിനസ് റിലേറ്റ് ചെയ്ത് വരാനിരിക്കുന്ന കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? നമുക്ക് ഭാവിയിൽ ലോസ് വരാണ്ട് അല്ലെങ്കിൽ തകർച്ച വരാണ്ടിരിക്കാനാണ്, പ്രോഫിറ്റ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ. എങ്ങനെ, അല്ലെങ്കിൽ അതുവഴി എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഇൻഡസ്ട്രിയിൽ നമ്മൾ മാത്രമല്ല, നമുക്ക് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പം കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് നമുക്ക് ഒരുപടി മേലെ നിൽക്കണം. കോമ്പറ്റീറ്റേഴ്സിനേക്കാൾ ഒരുപടി മേലെ നമുക്ക് നിൽക്കാനായിട്ട് പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് കമ്പനീസ് യൂഷ്വലി എന്ത് ചെയ്യുക, ഈ ഒരു പ്ലാനിങ് നടത്തുന്നത്. ഓക്കെ, പ്ലാനിങ്, ബജറ്റിംഗ്, ഫോർകാസ്റ്റിംഗ് ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത്? കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാകാനും അതുപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സിനേക്കാൾ ഒരുപടി മേലെ അവർക്ക് നിൽക്കുന്നതിനും വേണ്ടിയാണ് കമ്പനീസ് എന്ത് ചെയ്യുന്നത്? പ്ലാനിങ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്തെന്നാണ് പറയുന്നത്? അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഫോർ മോസ്റ്റ് കമ്പനി ഈസ് ടു അച്ചീവ് സുപ്പീരിയർ പെർഫോമൻസ് കമ്പയർഡ് ടു ദെയർ കോമ്പറ്റീറ്റേഴ്സ്. എന്ന് വെച്ചാൽ എന്താ, കോമ്പറ്റീറ്ററിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കോമ്പറ്റീറ്ററിനേക്കാൾ ഒരുപടി മേലെ നിൽക്കുക എന്നുള്ളതാണ് മോസ്റ്റ് കമ്പനീസിൻ്റെയും അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് അല്ലേ. ഏറ്റവും കൂടുതൽ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എന്താണ്? ഏതൊരു കമ്പനി എടുത്താലും ശരി, അവരുടെ മെയിൻ എയിം എന്താണ്? കോമ്പറ്റീറ്ററിനെക്കാളും അവർക്ക് എന്ത് ചെയ്യണം? ഒരുപടി മേലെ നിൽക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കമ്പനീസ് എന്ത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്? പ്ലാനിങ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ദെൻ ഷെയർ ഹോൾഡർ വാല്യൂ. A publicly owned for profit company's primary goal must be maximizing shareholder value. ഓക്കെ, അതായത് ഏതൊരു കമ്പനി, അതായത് ഒരു പ്രൈവറ്റ് കമ്പനി അല്ലെങ്കിൽ ഒരു പബ്ലിക് കമ്പനി എന്ത് തന്നെ ആയിക്കോട്ടെ, ഏതൊരു കമ്പനിയുടെയും അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഉള്ള കമ്പനിയുടെ മെയിൻ എയിം എന്ത് തന്നെ ആയിരിക്കും? അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് കൂട്ടുക എന്നുള്ളതായിരിക്കും അല്ലേ. ഷെയർ ഹോൾഡറിൻ്റെ വെൽത്ത് കൂട്ടുക, ഷെയർ ഹോൾഡറിന് മാക്സിമം റിട്ടേൺ കൊടുക്കുക. അവരാണ് ക്യാപിറ്റൽ തന്ന കമ്പനിയെ സഹായിച്ചവരല്ലേ. റിസ്ക് ഏറ്റെടുത്ത് കമ്പനിക്ക് ക്യാപിറ്റൽ കൊടുത്തവരെയാണ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുക അല്ലേ. അപ്പം അത്തരത്തിൽ കമ്പനിയുടെ ഷെയർസ് പർച്ചേസ് ചെയ്ത ആൾക്കാരെ നമ്മൾ എന്തെന്ന് പറയും? ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയും അല്ലേ. അപ്പോൾ ഈ ഷെയർ ഹോൾഡേഴ്സ് നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള റീസൺ എന്തായിരിക്കും? നല്ല റിട്ടേൺ അവർക്ക് നമ്മൾ കൊടുക്കും, അല്ലെങ്കിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കും അവരുടെ കയ്യിലുള്ള ക്യാപിറ്റൽ നമുക്ക് തന്നിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ നമ്മുടെ അൾട്ടിമേറ്റ് എയിം, ഒരു കമ്പനിയുടെ ഭാഗം എന്ന് ചിന്തിക്കുമ്പോൾ കമ്പനിയുടെ അൾട്ടിമേറ്റ് എയിം എന്തായിരിക്കണം? അവർക്ക് മാക്സിമം വാല്യൂ ഉണ്ടാക്കുക, അവരുടെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുക, അവർക്ക് നല്ല പ്രോഫിറ്റ് കൊടുക്കുക എന്നുള്ളതായിരിക്കും. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സ് പ്രൊവൈഡ് റിസ്ക് ക്യാപിറ്റൽ എക്സ്പെക്ടിങ് ഗുഡ് റിട്ടേൺസ് ഓൺ ദെയർ ഇൻവെസ്റ്റ്മെന്റ്. ഷെയർ ഹോൾഡർ നമുക്ക് ക്യാപിറ്റൽ തന്നത് എന്ത് പ്രതീക്ഷ ഉണ്ടായിരിക്കും? ഫ്യൂച്ചറിൽ നമ്മൾ നടത്തിയ ഇൻവെസ്റ്റ്മെന്റ് കാരണം അവർക്ക് നല്ല റിട്ടേൺ കിട്ടും. ഒരു ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ റിസ്ക് ഒന്നും ഇല്ലല്ലേ. എന്നിട്ടും അവർ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും? കുറച്ച് റിസ്ക് എടുത്താലും കുഴപ്പമില്ല, നാളെ ഒരു കാലത്ത് ഒരു ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ റിട്ടേൺ ഈ കമ്പനിക്ക് തരാൻ പറ്റും എന്ന പ്രതീക്ഷയിലായിരിക്കും എന്ത് ചെയ്യുക? യൂഷ്വലി ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്ലാൻ ചെയ്യുന്നത്? കോമ്പറ്റീറ്ററിനേക്കാൾ ഒരുപടി മേലെ നിൽക്കുന്നതിന് വേണ്ടി മാത്രമാണോ? അല്ല, ഷെയർ ഹോൾഡർ വാല്യൂ കൂടെ കൂട്ടണം, പ്രോഫിറ്റ് ഉണ്ടാക്കണം, കമ്പനിക്ക് നഷ്ടം വരാൻ പാടില്ല, ഷെയർ ഹോൾഡേഴ്സിന് നല്ല റിട്ടേൺ കൊടുക്കണം. ഇതിനൊക്കെ വേണ്ടിയാണ് കമ്പനി എന്ത് ചെയ്യുന്നത്? പ്ലാൻ ചെയ്യുന്നത്. കഴിഞ്ഞിട്ടില്ല, പ്രോഫിറ്റബിൾ ഗ്രോത്ത്. ഷെയർ ഹോൾഡേഴ്സ് വാണ്ട് ടു സീ പ്രോഫിറ്റബിൾ ഗ്രോത്ത്, ഹൈ പ്രോഫിറ്റബിലിറ്റി ആൻഡ് സസ്റ്റൈനബിൾ പ്രോഫിറ്റ് ഗ്രോത്ത്. അതായത് പ്രോഫിറ്റ് ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല. ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഒരു കമ്പനി നല്ല കമ്പനിയാണ് അല്ലെങ്കിൽ നല്ല ഗ്രോത്ത് ഉള്ള കമ്പനിയാണ് എന്നൊക്കെ കമ്പനി ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് കമ്പനിക്ക് എല്ലാ വർഷത്തെയും പ്രോഫിറ്റ് 5000 ആണെന്ന് വിചാരിച്ചോളൂ. 5 വർഷം എടുക്കുകയാണ്, എല്ലാ വർഷവും കമ്പനിയുടെ പ്രോഫിറ്റ് എന്താണ്? 5000 ആണ്. ഓക്കെ, 5000 ആണ്.
ഇതിൻ്റെ മീനിങ് എന്താ? കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആണ്, കമ്പനി പ്രോഫിറ്റബിൾ ആണെന്ന് പറയാല്ലേ, കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടെന്ന് പറയാം. പക്ഷെ പ്രോഫിറ്റ് ഗ്രോ ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം എല്ലാ വർഷവും സെയിം എമൗണ്ട് തന്നെയാണ് പ്രോഫിറ്റ്. അപ്പം ഒരു ഷെയർ ഹോൾഡർ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നാളെ ഒരു കാലത്ത് ഈ ടോപ്പിക്സ് ഒക്കെ നാളെ ഒരു കാലത്ത് നിങ്ങൾക്ക് റിയാലിറ്റിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളും ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സിംപ്ലി അതിന് പ്രോഫിറ്റ് ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ പോരാ. കഴിഞ്ഞ കുറച്ച് വർഷത്തെ ഡീറ്റെയിൽ കൂടെ എടുത്തതിന് ശേഷം നിങ്ങൾ നോക്കണം പ്രോഫിറ്റബിലിറ്റി മാത്രമാണോ, പ്രോഫിറ്റ് ഗ്രോത്തും ഉണ്ടോ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതാ പറയുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ കമ്പനി എന്താണെന്ന് പറയാം? പ്രോഫിറ്റബിൾ ആണെന്ന് പറയാം. കമ്പനി എന്താണെന്ന് പറയാം? പ്രോഫിറ്റബിൾ ആണെന്ന് പറയാം. പക്ഷെ പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടോ കമ്പനിക്ക്? ഇല്ല. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ 5,000 വരുന്നുണ്ട്, ദെൻ സെക്കൻഡിൽ 5,500, ദെൻ 5,700. ഇത്തരത്തിൽ ഓരോ വർഷത്തെയും പ്രോഫിറ്റ് കൂടി പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പ്രോഫിറ്റബിലിറ്റി പ്ലസ് എന്തുകൂടെ ഉണ്ട്? പ്രോഫിറ്റ് ഗ്രോത്ത് കൂടെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റേഴ്സ് തയ്യാറാകണമെങ്കിൽ കമ്പനിക്ക് പ്രോഫിറ്റ് മാത്രം ഉണ്ടായാൽ മതിയോ? ഇല്ല, പ്രോഫിറ്റ് ഗ്രോത്ത് കൂടെ ഉണ്ടാവേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഷോർട്ട് ടേമിലേക്ക് പ്രോഫിറ്റബിലിറ്റിയും ലോങ് ടേമിലേക്ക് പ്രോഫിറ്റ് ഗ്രോത്തും ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് ചലഞ്ചിങ്, എല്ലാവരെ കൊണ്ട് പറ്റണം എന്നില്ല, അല്ലെങ്കിൽ എളുപ്പത്തിൽ പറ്റുന്ന ഒരു കാര്യമല്ല, അത് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് കമ്പനി എന്ത് ചെയ്യുന്നത്? നേരത്തെ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ വയനാട് ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു, വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പോവാണ്. നിങ്ങളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല, ഒരു 3 ദിവസം ട്രിപ്പാണെന്ന് ചോദിച്ചോളൂ, നിങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ട് രാവിലെ വണ്ടി എടുത്ത് ഫാമിലി ആയിട്ടൊക്കെ ഇറങ്ങുകയാണ്. എവിടെ സ്റ്റേ ചെയ്യണം എന്നറിയില്ല, ഏതൊക്കെ സ്പോട്സാണ് വിസിറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എവിടെ സ്റ്റേ ചെയ്യാം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കാണ്ടാണ് പോകുന്നതെങ്കിലോ മേ ബി നിങ്ങൾ പോകുന്ന വഴിക്ക് ഏതെങ്കിലും നല്ല സ്പോട്ട് ഉണ്ടായിരിക്കാം, നിങ്ങളത് മിസ് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങളതൊക്കെ കഴിഞ്ഞ് കുറേ അങ്ങ് പോയതിനു ശേഷം ജസ്റ്റ് ഗൂഗിളിൽ നോക്കുമ്പോഴായിരിക്കും നിങ്ങൾ മുന്നേ ഒരു നല്ല സ്പോട്ട് ഉണ്ടെന്ന് അറിയുന്നത്. പിന്നെ നിങ്ങൾ തിരിച്ച് വരുന്നു, അപ്പോൾ പെട്രോൾ കാശ് എക്സ്ട്രാ ആകുന്നുണ്ട്. അതുപോലെ നിങ്ങൾ അന്ന് മുഴുവൻ കറങ്ങിയതിന് ശേഷം റൂം എടുക്കാനായിട്ട് പോകുമ്പോൾ റൂം എല്ലാം ഫിൽഡ് ആണ്, നിങ്ങൾക്ക് റൂമില്ല. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരേണ്ടി വന്നത്? നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്യാത്തത് കൊണ്ടാണ് അല്ലേ? അല്ല എങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂമൊക്കെ ബുക്ക്ഡായി, ഇനി ഹൈ കോസ്റ്റ് ഉള്ളതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണ് അവിടെ കോസ്റ്റ് കൂടേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ്? നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്യാത്തത് കൊണ്ടാണ്, പ്രോപ്പർ പ്ലാനിങ് ചെയ്യാത്തത് കൊണ്ടാണ് അല്ലേ? അല്ലെങ്കിൽ വേണ്ടത്ര സ്പോട്ടുകളൊന്നും നിങ്ങൾക്ക് ഈ 3 ദിവസം നല്ല രീതിയിൽ കണ്ടു തീർക്കാൻ പറ്റിയിട്ടില്ല, ഒരുപാട് സ്പോട്ട് നിങ്ങൾ മിസ്സാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് എക്സ്ട്രാ കോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത്? നിങ്ങൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യേണ്ടത്. എന്തായാലും 3 ദിവസത്തേക്കുള്ള കാര്യം നേരത്തെ പ്ലാൻ ചെയ്ത് പോകുന്ന ഒരാൾക്ക് ഏറ്റവും ബെറ്ററായിട്ട് ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ എവിടെ റൂം കിട്ടും, ഏതൊക്കെ സ്പോട്ട്സാണ് നമ്മൾ പോകുന്ന വഴിയിൽ കാണേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പ്ലാനിങ് ഇല്ലാത്ത ഒരാൾക്ക് വേണ്ട വിധത്തിൽ പോകാൻ പറ്റിയത് വരത്തില്ല അല്ലേ? അപ്പോൾ അതാ പറഞ്ഞാൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനു വേണ്ടി? നമ്മുടെ കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, കോമ്പറ്റീറ്ററിനേക്കാൾ ഒരുപാട് മേലെ നിൽക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ ഷെയർ ഹോൾഡർ വെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്ലാനിങ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അടുത്ത നോക്കിക്കോളൂ, ടൈപ്സ് ഓഫ് പ്ലാൻസ് ആൻഡ് ജനറൽ പ്രിൻസിപ്പിൾസ്. എന്താണ് ഇവിടെ പറയുന്നത്? എന്തിനു വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് പറയുന്നത്? കോർഡിനേഷൻ. പ്ലാൻ മസ്റ്റ് ബി കോർഡിനേറ്റഡ് അമംഗ് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് സോ ദാറ്റ് ഇൻഡിവിജ്വൽ സെഗ്മെൻറ്റ് പ്ലാൻസ് അലൈൻ വിത്ത് ദ ലാർജർ ഗോൾസ് ഓഫ് ദ കമ്പനി. അതായത് ഒരു കോർഡിനേഷൻ ഇനേബിൾ ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ ഈ പ്ലാൻസ് ഉണ്ടാക്കുന്ന സമയത്ത് അത് ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഒരു കമ്പനിക്കകത്തുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടും അല്ലെങ്കിൽ എല്ലാ യൂണിറ്റ്സ് ആയിട്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ കോർഡിനേഷൻ, അതായത് ഒരു പ്ലാൻ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഓർഗനൈസേഷനകത്തുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടും അല്ലെങ്കിൽ എല്ലാ യൂണിറ്റ്സ് ആയിട്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ഈ ഒരു പ്ലാന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയാണ്? അലൈൻമെന്റിന് വേണ്ടിയാണ്. അതായത് ഇഫ് പ്ലാൻസ് ആർ നോട്ട് കോർഡിനേറ്റഡ് ആൻഡ് അലൈൻഡ് വിത്ത് കോർപ്പറേറ്റ് ഗോൾസ് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ കമ്പനി മേ വർക്ക് അറ്റ് ക്രോസ് പർപ്പസ് ഹിൻഡറിംഗ് പോസിറ്റീവ് പ്രോഗ്രസ്. അതായത് ഒരു ഓർഗനൈസേഷന് മൊത്തത്തിലൊരു എയിം ഉണ്ടായിരിക്കും അല്ലേ? ഒരു ഓർഗനൈസേഷൻ ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആണെന്ന് ചോദിച്ചോളൂ. നമ്മുടെ കമ്പനി ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ്. 10 വർഷം കൊണ്ട് ഒരു MNC ആയി മാറുക. MNC എന്ന് വെച്ചാൽ എന്താണ്? മൾട്ടി നാഷണൽ കമ്പനി എന്നാണ് അല്ലേ? മൾട്ടി നാഷണൽ കോർപ്പറേഷൻ എന്നാണ്. അപ്പം 10 വർഷം കൊണ്ട് ഒരു MNC ആയി മാറുക എന്നുള്ളതാണ് നമ്മുടെ കമ്പനിയുടെ എയിം. ഓക്കെ, നമ്മുടെ കമ്പനിയുടെ എയിം. അതിനോടൊപ്പം തന്നെ ഏറ്റവും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ചീപ്പസ്റ്റ് പ്രൈസിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു 10 വർഷം കൊണ്ട് MNC ആയി മാറുക ആൻഡ് ഓൾസോ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ഏറ്റവും ചീപ്പസ്റ്റ് പ്രൈസിൽ കൊടുക്കുക. ഇതാണ് ഒരു കമ്പനിയുടെ മെയിൻ മിഷൻ എന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ എയിം എന്ന് വിചാരിച്ചോളൂ. മിഷനൊക്കെ എന്താണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഒരു മെയിൻ എയിം എന്ന് വിചാരിച്ചോളൂ. അപ്പം ഇതാണ് കമ്പനിയുടെ ഓവറോൾ ഒരു എയിം എന്ന് പറയുന്നത്. ഓക്കെ,
പക്ഷേ ഇത് കമ്പനിക്ക് 1 വർഷം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നതാണോ അല്ല അടുത്ത 10 വർഷം കൊണ്ട് കമ്പനിക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പം ഇതിലേക്ക് എത്തിച്ചേരാൻ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരുപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ഒരു ബിഗ് ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഓർഗനൈസേഷനകത്തുള്ള ഇപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് വിചാരിക്കുകയാണ് കോസ്റ്റ് കുറയ്ക്കണം, എങ്ങനെയെങ്കിലും പർച്ചേസ് കോസ്റ്റ് കുറയ്ക്കണം. അപ്പോൾ പിന്നെ ഏറ്റവും ചീപ്പ് ക്വാളിറ്റി മെറ്റീരിയൽ വാങ്ങിക്കഴിഞ്ഞാൽ വില കുറയുമല്ലോ എന്നിപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് വിചാരിക്കണമെങ്കിൽ നമ്മുടെ മെയിൻ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ, പ്രൈസ് കുറഞ്ഞു, പക്ഷെ നമ്മുടെ മെറ്റീരിയൽ എന്തായി മാറി, ചീപ്പസ്റ്റ് മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ മെയിൻ എയിം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ മെയിൻ എയിം എന്താണ്, ബെസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ചീപ്പസ്റ്റ് പ്രൈസിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നത് ചീപ്പസ്റ്റ് ആയിട്ടുള്ളതാണെങ്കിൽ അവരുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അടിപൊളിയാണ്, അല്ലെങ്കിൽ കോസ്റ്റ് കുറവാണ്, വളരെ കോസ്റ്റ് കുറഞ്ഞാണ് പ്രവർത്തിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവരെ ഏറ്റവും ചീപ്പസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയലാണ് മേടിക്കുന്നതെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഓവറോൾ എയിമായിട്ട് അവരുടെ ഒരു ഗോൾ അലൈൻ ചെയ്ത് പോകുന്നുണ്ടോ? ഇല്ലല്ലേ. അപ്പോൾ അതാ പറയുന്നത്, നമ്മുടെ പ്ലാൻസ് പ്രോപ്പറായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ എന്ത് സംഭവിക്കും? ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കമ്പനി മേ വർക്ക് അറ്റ് ക്രോസ് പർപ്പസ്. ഓർഗനൈസേഷനകത്തുള്ള തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റ്സും അവർക്ക് പല ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും അല്ലെങ്കിൽ പല എയിംസ് ആയിരിക്കും. അപ്പോൾ അവർ പ്രവർത്തിക്കുന്നത് 2 വശങ്ങളിലേക്കായിരിക്കും. ഓക്കെ, ഇവരെല്ലാം കൂടെ ഒറ്റൊരു മെയിൻ ഗോൾ അച്ചീവ് ചെയ്യാനായിരിക്കത്തില്ല പ്രവർത്തിക്കുന്നത്. ഇവരൊക്കെ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഓരോ എയിം ഉണ്ടായിരിക്കും. സോ ഇവർ പ്രവർത്തിക്കുന്ന ഒരു ഡയറക്ഷൻ എന്തായിരിക്കാം, ഡിഫറെൻ്റായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാൻസ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് പ്ലാൻസ് ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഓർഗനൈസേഷനകത്തുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ട് എല്ലാ യൂണിറ്റ്സുമായിട്ട് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, എന്തിനു വേണ്ടിയാണ്? അതെല്ലാവരും ഒരുമിച്ച് ഒറ്റൊരു മെയിൻ എയിമിലേക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്യണം എന്ന് പറയുന്നത്, നമ്മളിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പ്ലാൻസ് ആർ ക്ലാസിഫൈഡ് ആസ് ലോങ് ടേം, ഇന്റർമീഡിയറ്റ് ടേം ആൻഡ് ഷോർട്ട് ടേം. ഓക്കെ, ഡ്യൂറേഷൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാൻസിനെ ഷോർട്ട് ടേം എന്നും ഇന്റർമീഡിയറ്റ് എന്നും ലോങ് ടേം എന്നൊക്കെ പറഞ്ഞ് പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്ലാസിഫിക്കേഷനാണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഇതൊക്കെ സെക്ഷൻ ബിയിലെ ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ആ ക്ലാസിഫിക്കേഷൻ എന്നൂടെ നമുക്ക് നോക്കിയാലോ. നോക്കിക്കോളൂ, നമ്മൾ പ്ലാൻസിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ. അതിൽ ഒന്നാമത്തതാണ് സ്ട്രാറ്റജിക് പ്ലാൻസ്, അല്ലെങ്കിൽ അതിനെ വേറെ എന്ത് പേരും പറയാം, ലോങ് ടേം പ്ലാൻസ് എന്ന് പറയാം. ഓക്കെ, സ്ട്രാറ്റജിക് പ്ലാൻസ് അല്ലെങ്കിൽ ലോങ് ടേം പ്ലാൻസ് എന്ന് പറയും. എന്താണ് ഈ സ്ട്രാറ്റജിക് പ്ലാൻസ്? ഞാൻ പറഞ്ഞു, നമ്മളുടെ ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്ന പ്ലാൻസിനെ നമ്മൾ പ്ലാൻസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് സ്ട്രാറ്റജിക് അല്ലെങ്കിൽ ലോങ് ടേം എന്ന് പറയാം. ദെൻ അതിനുശേഷം വരുന്ന ഇൻ്റർമീഡിയറ്റ് ആണ്. ലാസ്റ്റ് വരുന്ന ഷോർട്ട് ടേം അല്ലെങ്കിൽ ഓപ്പറേഷണൽ പ്ലാൻസ് ആണ്. ഓക്കെ, ഷോർട്ട് ടേം അല്ലെങ്കിൽ ഓപ്പറേഷണൽ പ്ലാൻസ് ആണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത്. ഓക്കെ, ആദ്യമായിട്ട് സ്ട്രാറ്റജിക് പ്ലാൻസ് അല്ലെങ്കിൽ ലോങ് ടേം പ്ലാൻസ് എന്തെന്നാണ് പറയുന്നത്. ഒന്ന് ബ്രോഡ് ആൻഡ് ജനറൽ. സ്ട്രാറ്റജിക് പ്ലാൻസ് അല്ലെങ്കിൽ ലോങ് ടേം പ്ലാൻസ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്താണ്, ഏറ്റവും ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്താണ്, അതാണ് ഏതിനകത്ത് ഉൾപ്പെടുന്നത്, ഈ സ്ട്രാറ്റജിക് പ്ലാൻ അല്ലെങ്കിൽ ലോങ് ടേം പ്ലാനിൽ ഉൾപ്പെടുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു കമ്പനിയുടെ കാര്യം പറയുന്നത്, ആ കമ്പനിയുടെ ഉദ്ദേശം എന്താണ്, അടുത്ത 10 വർഷം കൊണ്ട് MNC ആയി മാറുക എന്നുള്ളതല്ലേ കമ്പനിയുടെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് കമ്പനിയുടെ സ്ട്രാറ്റജിക് പ്ലാൻ. കാരണം ഇവിടെ ഇപ്പോൾ ഓരോ പ്ലാൻ ഡ്യൂറേഷൻ്റെ ബേസിലാണെന്ന് പറയുന്നുണ്ട് എങ്കിലും കറക്റ്റ് എക്സാക്ട് ഇത്ര മുതൽ ഇത്ര വരുന്നതാണ് ഈ ഷോർട്ട് ടേം പ്ലാൻ, അല്ലെങ്കിൽ ഇത്ര മുതൽ ഇത്ര വരെ ഉള്ളതാണ് ലോങ് ടേം പ്ലാൻ എന്നുള്ള രീതിക്ക് എക്സാക്ട് ഡ്യൂറേഷൻ ഒന്നും പറയുന്നില്ല. ചിലത് പറയുന്നത് 3 വർഷത്തിന് മേലേക്കുള്ളതെല്ലാം ലോങ് ടേം പ്ലാൻ ആണെന്ന് പറയുന്ന സോഴ്സസ് ഉണ്ട്. ആൻഡ് ഓൾസോ 5 years പ്ലസ് വരുന്നതെല്ലാം ലോങ് ടേം പ്ലാൻ ആണെന്ന് പറയുന്ന സോഴ്സസും ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ജസ്റ്റ് കേട്ടോളൂ, 5 വർഷത്തിന് മേലേക്ക് വരുന്ന പ്ലാനുകളെയാണ് നമ്മളിപ്പോൾ ലോങ് ടേം പ്ലാൻസ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് പ്ലാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, അടുത്ത 10 വർഷം കൊണ്ട് എനിക്കൊരു MNC ആവണം എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ എനിക്കൊരു MNC ആയി മാറണം, ബെസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ചീപ്പസ്റ്റ് പ്രൈസിൽ കൊടുക്കുന്നൊരു MNC ആയി മാറണം എന്ന് പറഞ്ഞു. അത് ഞാൻ ഇന്നോ നാളെയോ കൊണ്ട് അച്ചീവ് ചെയ്യുന്ന ഒരു കാര്യമാണോ? അല്ല, എൻ്റെ ഓർഗനൈസേഷൻ്റെ മൊത്തം എയിം തന്നെ അതായി മാറുക എന്നുള്ളതാണ്. അല്ലേ, ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ നമ്പർ 1 ലീഡേഴ്സായിട്ടും എനിക്ക് മാറണം. അപ്പോൾ അതൊക്കെ എന്താണ്, എനിക്ക് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ? അല്ല, ലോങ് ടേമിലേക്കുള്ള എൻ്റെ ഒരു പ്ലാനാണ്. അല്ലെ, കുറേ കാലങ്ങൾ കൊണ്ട് മാത്രം പോസിബിൾ ആകുന്ന ഒരു ലോങ് ടേം പ്ലാനാണ്. അതൊരു 10 വർഷം കൊണ്ടെന്നാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്ത് പ്ലാൻ എന്ന് പറയാം, സ്ട്രാറ്റജിക് അല്ലെങ്കിൽ ലോങ് ടേം പ്ലാൻ എന്ന് പറയാം. അത് മാത്രമല്ല, അത് വളരെ ബ്രോഡായിരിക്കും, ലോങ് ടേം ആയിരിക്കും. ഒരു ഓർഗനൈസേഷൻ്റെ മൊത്തം ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് എയിം അടങ്ങുന്നതാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ ഈ സ്ട്രാറ്റജിക് അല്ലെങ്കിൽ ലോങ് ടേം പ്ലാൻസ് എന്ന് പറയുന്നത്. ഓക്കെ,
ഓക്കെ. അതുപോലെ തന്നെ ഇത്തരം, അതായത് ഒരു ഓർഗനൈസേഷൻ 10 വർഷം കൊണ്ട് MNC ആവുക, അല്ലെങ്കിൽ ഇത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ബെസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ചീപ്പസ്റ്റ് പ്രൈസിൽ കൊടുക്കുക, ഇൻഡസ്ട്രി ലീഡേഴ്സായി മാറുക, ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത് ആ ഒരു 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 എന്താ എയിമിലേക്ക്, ആ ഒരു ഒബ്ജക്റ്റീവിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നതുമായി ബന്ധപ്പെട്ട ഡിസിഷൻസ് എപ്പോഴും എടുക്കാൻ സാധ്യത ആരായിരിക്കും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ സീനിയർ മാനേജ്മെന്റ്. ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്നവരായിരിക്കത്തില്ല അത്തരം തീരുമാനങ്ങൾ എടുക്കുക, അല്ലേ? ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്, അൾട്ടിമേറ്റ് എൻഡാണ് ഈ ഒരു സ്ട്രാറ്റജിക് പ്ലാൻ നമ്മൾ പറഞ്ഞു, അല്ലേ? അപ്പോൾ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് എപ്പോഴും ആരായിരിക്കും? ടോപ്പ് മാനേജ്മെന്റ് ആയിരിക്കും. ഓക്കെ, കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് പ്ലാൻസ് ആയതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും മേലെയുള്ളവർ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്ന ടോപ്പ് ലെവൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ സീനിയർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടോപ്പ് മാനേജ്മെന്റ്, ദ കമ്പനീസ് ടോപ്പ് മാനേജ്മെന്റ് ലീഡ്സ് ദ സ്ട്രാറ്റജിക് പ്ലാനിങ് എഫേർട്ട് ആൻഡ് മേക്സ് ദ ഫൈനൽ ഡിസിഷൻ സീക്കിംഗ് ഇൻപുട്ട് ഫ്രം എംപ്ലോയീസ് അറ്റ് ഓൾ ലെവൽസ്. അതായത് എല്ലാ കാര്യങ്ങളും ടോപ്പ് മാനേജ്മെന്റ് മാത്രം ഫിക്സ് ചെയ്യുന്നത് എന്നുള്ള രീതിക്കല്ല, അതിനുവേണ്ട ഇൻപുട്സ് എന്ത് ചെയ്യുന്നുണ്ട്? ലോവർ ലെവൽസിൽ നിന്നും കളക്ട് ചെയ്യും, അല്ലേ? എന്തായിരിക്കും നമുക്ക് എത്ര യൂണിറ്റ്സ് ആയിരിക്കും ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ നമുക്ക് 10 വർഷം കൊണ്ട് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഓരോ വർഷവും വരുന്ന കോസ്റ്റ് എത്ര, അങ്ങനെ 10 വർഷം കൊണ്ട് എത്ര കോസ്റ്റ് വരും, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ലോവർ ലെവൽ, ആ ഒരു പ്രൊഡക്ഷനുമായി ബന്ധമുള്ളവരോട് ചോദിച്ചാലല്ലേ നമുക്ക് കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടത്തുള്ളൂ. സോ നമ്മൾ ഇത്തരത്തിലുള്ള ലോങ് ടേം അല്ലെങ്കിൽ സ്ട്രാറ്റജിക് പ്ലാൻസ് ടോപ്പ് മാനേജ്മെന്റ് ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഓർഗനൈസേഷനിലെ ഏറ്റവും ലോവർ ലെവലിലുള്ള എംപ്ലോയീസിൻ്റെ അടുത്ത് നിന്നും ഇൻപുട്സ് സീക്ക് ചെയ്യുന്നുണ്ട്, ഇൻപുട്സ് കളക്ട് ചെയ്യുന്നുണ്ട്. അവരുടെ കൂടെ അഭിപ്രായം അറിഞ്ഞിട്ട് അല്ലെങ്കിൽ അവരുടെ നിന്ന് കളക്ട് ചെയ്യേണ്ട ഇൻഫർമേഷൻസ് കൂടെ അറിഞ്ഞതിന് ശേഷമായിരിക്കും കമ്പനി എന്ത് ചെയ്യുക? ലോങ് ടേമിലേക്കുള്ള പ്ലാൻസ് ഫിക്സ് ചെയ്യുക. ഓക്കെ, ലോങ് ടേമിലേക്കുള്ള പ്ലാൻസ് ഫിക്സ് ചെയ്യുക. അതാ പറയുന്നത് ടോപ്പ് മാനേജ്മെന്റ് ആണ് അൾട്ടിമേറ്റ്ലി ലാസ്റ്റ് എന്ത് ചെയ്യണം എന്നുള്ളത് ഫിക്സ് ചെയ്യുന്നതെങ്കിലും അവരെന്ത് ചെയ്യുന്നുണ്ട്? അതിന് വേണ്ട ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഇൻപുട്സ് എന്ത് ചെയ്യുന്നുണ്ട്? ലോവർ ലെവലിൻ്റെ നിന്നും കളക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, കളക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഡയറക്ഷണൽ ഫോക്കസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Strategic planning is directional focusing on where the company wants to go instead of specifically how it will get there. അതായത് നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഒരു 5 വർഷത്തിന് മേലോട്ടുള്ളതാണ് അല്ലെങ്കിൽ ഒരു 10 വർഷം കൊണ്ട് എന്ത് ചെയ്യാം അല്ലെങ്കിൽ അടുത്ത 15 വർഷം കൊണ്ട് എന്ത് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് സ്ട്രാറ്റജിക് പ്ലാനിൽ വരിക. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഓരോ ദിവസം നാളെ എന്ത് ചെയ്യാം, മറ്റന്നാൾ എന്ത് ചെയ്യാം എന്നുള്ള രീതിയിൽ ഈ അടുത്ത 15 വർഷവും എന്ത് ചെയ്യാം എന്നുള്ള രീതിയിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഓപ്പറേഷൻസ് പറഞ്ഞു പോകുന്ന രീതിയിലായിരിക്കും ഇത്തരം പ്ലാൻസ് അല്ല. അടുത്ത 15 വർഷത്തെ കാര്യമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഒരു ഡയറക്ഷൻ, നമുക്ക് എവിടെയാണ് എത്തിച്ചേരേണ്ടത്, നമ്മുടെ ഫൈനൽ പോയിന്റ് എവിടെയാണ് എന്നുള്ള രീതിയിൽ ഐഡിയ തരുന്നതായിരിക്കും ഈ സ്ട്രാറ്റജിക്കൽ പ്ലാൻസ്, അല്ലേ? അല്ലാണ്ട് ഓരോ ദിവസവും എന്ത് എന്നുള്ള രീതിയിൽ അടുത്ത 15 വർഷത്തെ ഓരോ ദിവസവും കാര്യം കാണിക്കുന്നതായിരിക്കും, ഓരോ ഓപ്പറേഷൻസും കാണിക്കുന്നതാണോ സ്ട്രാറ്റജിക് പ്ലാൻസ്? അല്ല. പകരം 15 വർഷം കൊണ്ട് നമുക്ക് എത്തേണ്ട ഡയറക്ഷൻ എന്താണ്, 15 വർഷം കൊണ്ട് നമ്മൾ എത്തിച്ചേരേണ്ട പോയിന്റ് എന്താണ്, ഇത് കാണിക്കുന്ന പ്ലാൻസിന് നമ്മൾ ആ ഒരു ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാൻസിനാണ്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു 10 വർഷം കൊണ്ട് MNC ആവുക, ഇൻഡസ്ട്രി ലീഡേഴ്സായി മാറുക, ബെസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ചീപ്പസ്റ്റ് പ്രൈസിൽ കൊടുക്കുക, ഇതൊക്കെ എന്താണ്? ഓരോ ദിവസത്തെയും കാര്യമാണോ പറയുന്നത്? അടുത്ത 10 വർഷം കൊണ്ട് നമുക്ക് എന്താ ആയി മാറേണ്ടത് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഓപ്പറേഷണൽ അല്ല സ്ട്രാറ്റജിക് പ്ലാൻസ് എന്ന് പറയുന്നത്, ഡയറക്ഷനിലാണ്. എവിടെയാണ് എത്തിച്ചേരേണ്ടതെന്നുള്ള ഡയറക്ഷനാണ് എന്തെന്ന് പറയുന്നത്? സ്ട്രാറ്റജിക് പ്ലാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രാറ്റജിക് പ്ലാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രാറ്റജിക് പ്ലാൻസ് അല്ലെങ്കിൽ ലോങ് ടേം പ്ലാൻസ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ചില സോഴ്സസ് പറയുന്നുണ്ട് 3 ഇയേഴ്സ് പ്ലസ് വരുന്ന എല്ലാം ലോങ് ടേം ആണെന്ന്, ചില സോഴ്സസ് പറയുന്നത് 5 ഇയേഴ്സ് പ്ലസ് ആണെന്ന്. അപ്പോൾ ആ ഒരു ഏകദേശം ആ ഒരു ഡ്യൂറേഷന് മേലേക്ക് വരുന്ന എല്ലാം നമ്മൾ എന്തെന്ന് പറയും? ലോങ് ടേം പ്ലാൻസ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് പ്ലാൻ എന്ന് പറയും. ഒരു ഓർഗനൈസേഷൻ്റെ വളരെ കോറായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അടങ്ങിയതാണ്, അല്ലെങ്കിൽ ടോപ്പിക്സ് അല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രാറ്റജിക് അല്ലെങ്കിൽ ലോങ് ടേം പ്ലാൻസ് എന്ന് പറയാം. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ അത് ഫോർമുലേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, അത് മാത്രമല്ല അത് ഓപ്പറേഷനിലായിരിക്കത്തില്ല, ഡയറക്ഷനിലായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത 2 തരം പ്ലാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതാണ് ഇന്റർമീഡിയറ്റ് ദെൻ ഷോർട്ട് ടേം പ്ലാൻസ്. ഓക്കെ, ഇന്റർമീഡിയറ്റ് പിന്നെ ഷോർട്ട് ടേം പ്ലാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിക്കോളൂ. ദ സ്ട്രാറ്റജിക്കൽ പ്ലാൻ ഈസ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു ടാക്ടിക്കൽ പ്ലാൻസ്, ഓൾസോ കോൾഡ് ഇന്റർമീഡിയറ്റ് പ്ലാൻസ്. അതായത് നമ്മൾ പറഞ്ഞു സ്ട്രാറ്റജിക്കൽ പ്ലാൻസ് ഇല്ല, അതായത് അടുത്ത 10 വർഷം കൊണ്ട് അല്ലെങ്കിൽ 15 വർഷം കൊണ്ട് നമ്മൾ എവിടെ എത്തിച്ചേരണം എന്നുള്ള കാര്യങ്ങളാണ് സ്ട്രാറ്റജിക്കൽ പ്ലാൻസ് ഈ പറയുന്നത്.
അടുത്ത 15 വർഷം കൊണ്ട് ഒരിടത്ത് എത്തണമെങ്കിൽ ആദ്യം നമ്മൾ അടുത്ത വർഷം അച്ചീവ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതിൻ്റെ അടുത്ത വർഷം അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അതിൻ്റെ അടുത്ത വർഷം അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഓരോ വർഷങ്ങളായിട്ട് അച്ചീവ് ചെയ്ത് നമുക്ക് 15 വർഷത്തിലായിട്ട് എത്തിച്ചേരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഓരോ വർഷത്തെ അച്ചീവ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ഓരോ ദിവസത്തെയും അച്ചീവ് ചെയ്യണം അല്ലേ, ഓരോ വീക്കിലെയും അച്ചീവ് ചെയ്യണം, ഓരോ മന്തിലെയും അച്ചീവ് ചെയ്യണം അല്ലേടാ. അപ്പം ഈ സ്ട്രാറ്റജിക്കൽ പ്ലാൻസ് എന്ന് പറയുന്നത് 15 വർഷത്തേക്കുള്ളതാണ് എങ്കിൽ അവിടെ എത്തണമെങ്കിൽ ആദ്യം ഓരോ ദിവസത്തെയും പ്ലാനുകൾ നമ്മൾ അച്ചീവ് ചെയ്യണം. അതിനെന്തെന്ന് പറയുന്നു, ഷോർട്ട് ടേം പ്ലാൻ എന്ന് പറയുന്നു. അങ്ങനെ ഓരോ ദിവസവും ചേർന്ന് ഓരോ വർഷത്തെയും അച്ചീവ് ചെയ്യണം. ആ ഇയർ ബേസിലുള്ള നമ്മൾ എന്തെന്ന് പറയുന്നു, ഇന്റർമീഡിയറ്റ് പ്ലാൻസ് എന്ന് പറയുന്നു ഇന്റർമീഡിയറ്റ് പ്ലാൻസ്. അതുവഴിയായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, 15 വർഷത്തേക്കുള്ള അല്ലെങ്കിൽ 20 വർഷത്തേക്കുള്ള സ്ട്രാറ്റജിക് പ്ലാൻസിലേക്ക് എത്തിച്ചേരാൻ പറ്റുക. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം, സ്ട്രാറ്റജിക്കൽ പ്ലാനെ നമ്മൾ രണ്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബ്രോക്കൺ ഡൗൺ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെന്ന്, ഒന്ന് ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ടാക്ടിക്കൽ പ്ലാൻ എന്നും, രണ്ട് ഷോർട്ട് ടേം അല്ലെങ്കിൽ ഓപ്പറേഷൻ പ്ലാൻ എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു അടുത്ത 15 വർഷം കൊണ്ട് എത്തിച്ചേരേണ്ടതിനെ നമ്മൾ എന്തെന്ന് പറയും, സ്ട്രാറ്റജിക്കൽ പ്ലാൻ എന്ന് പറയും അല്ലേ. അതിൽ തന്നെ അടുത്ത ഓരോ വർഷവും 1 to 3 ഇയേഴ്സിൽ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട കാര്യമുണ്ട്, അല്ലെങ്കിൽ 1 to 5 ഇയേഴ്സ് വരെ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതിന് നമ്മൾ എന്തെന്നാ പറയുന്നത്, ടാക്ടിക്കൽ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് പ്ലാൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഫോർമുലേറ്റ് ചെയ്യുന്ന ആരായിരിക്കാനാണ് സാധ്യത, ആരായിരിക്കും ഫോർമുലേറ്റ് ചെയ്യുന്നത്, ഒരു മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. സ്ട്രാറ്റജിക്കൽ പ്ലാൻസ് ഫോർമുലേറ്റ് ചെയ്യാൻ അപ്പർ ലെവലിലുള്ളവരായിരിക്കും അല്ലെങ്കിൽ ടോപ്പ് ലെവലിലുള്ളവരായിരിക്കും. എന്നാൽ ഇൻ്റർമീഡിയറ്റ് പ്ലാൻസ് അല്ലെങ്കിൽ ഒരു ടാക്ടിക്കൽ പ്ലാൻസ് വരുമ്പോൾ അടുത്ത 1 to 3 ഇയേഴ്സ് നമ്മൾ എന്ത് അച്ചീവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അത് ഫോർമുലേറ്റ് ചെയ്യുന്നത് യൂഷ്വലി ആരായിരിക്കും, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ആണ് ഷോർട്ട് ടേം അല്ലെങ്കിൽ ഓപ്പറേഷണൽ പ്ലാൻസ്. ഇതാണ് ഷോർട്ട് ടേം അല്ലെങ്കിൽ ഓപ്പറേഷണൽ പ്ലാൻസ്. ഈ ഷോർട്ട് ടേം അല്ലെങ്കിൽ ഓപ്പറേഷണൽ പ്ലാൻസ് ആർ ഡെവലപ്ഡ് ഫ്രം ദ ടാക്ടിക്കൽ പ്ലാൻ. എടാ, ആദ്യത്തെ 15 വർഷം എന്ത് അച്ചീവ് ചെയ്യണം എന്നുള്ളത് സ്ട്രാറ്റജിക്കൽ പ്ലാൻ അല്ലേ. അതിൽ തന്നെ അടുത്ത ഓരോ വർഷങ്ങളിലും എന്ത് അച്ചീവ് ചെയ്യണം എന്ന് പറയുന്നത് എന്താണ്, ടാക്ടിക്കൽ പ്ലാൻ. ആ ഓരോ വർഷത്തിലോട്ട് എത്തണമെങ്കിൽ ആദ്യം ഓരോ ദിവസവും നമ്മൾ അച്ചീവ് ചെയ്യണം അല്ലേ. ഡേ ബൈ ഡേ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട കാര്യമുണ്ട്, വീക്ക് ബൈ വീക്ക് നമ്മൾ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡേ ബൈ ഡേ അല്ലെങ്കിൽ വീക്ക് ബൈ വീക്ക് ഉള്ളതിന് നമ്മൾ എന്തെന്ന് പറയുന്നു, ഷോർട്ട് ടേം അല്ലെങ്കിൽ ഓപ്പറേഷണൽ പ്ലാൻസ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ടാക്ടിക്കൽ പ്ലാനിൽ നിന്നും ഡെവലപ്പ് ആയതാണ് ഏത്, ഓപ്പറേഷൻ പ്ലാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഓപ്പറേഷൻ പ്ലാൻസ് ഇൻക്ലൂഡ് ബജറ്റഡ് എമൗണ്ട്സ് ആൻഡ് ഡ്രൈവ് ഡേ ടു ഡേ ഓപ്പറേഷൻസ്. ഒരു ഓർഗനൈസേഷൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് അടങ്ങിയതാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ ഷോർട്ട് ടേം അല്ലെങ്കിൽ ഓപ്പറേഷണൽ പ്ലാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫോർമുലേറ്റ് ചെയ്യുന്ന ആരായിരിക്കും, അടുത്ത ദിവസം എന്ത് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം എന്ത് ചെയ്യണം എന്നുള്ള കാര്യമാണ്. അത്രയും ലോവറിലേക്ക് വരുമ്പോഴത്തേക്കും അത് ഫോർമുലേറ്റ് ചെയ്യുന്ന ആരായിരിക്കും, ലോവർ ലെവൽ മാനേജേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡ്യൂറേഷൻ മാത്രമല്ല, ആരത് ഫോർമുലേറ്റ് ചെയ്യുന്നു എന്നതിൻ്റെ ബേസിൽ നമുക്ക് പ്ലാൻസിന് എന്ത് ചെയ്യാം, മൂന്നായിട്ട് തിരിക്കാം എന്ന് പറഞ്ഞുകൂടെ. ഏറ്റവും ടോപ്പ് ലെവലിലുള്ളവർ എപ്പോഴും ഫോർമുലേറ്റ് ചെയ്യുന്ന എത്തരം പ്ലാനുകളായിരിക്കും, ഓർഗനൈസേഷൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള കോറായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, സ്ട്രാറ്റജിക്കൽ പ്ലാൻസ് അല്ലെങ്കിൽ ലോങ് ടേം പ്ലാൻസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ആ ഒരു 10-15 വർഷത്തിലോട്ട് എത്തണമെങ്കിൽ ആദ്യം 1-2 വർഷങ്ങൾ നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ട്. അതിന് നമ്മൾ എന്തെന്ന് പറയുന്നു, ടാക്ടിക്കൽ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് പ്ലാൻസ് എന്ന് പറയുന്നത് ഒരു മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും ഫോർമുലേറ്റ് ചെയ്യുക. ദെൻ അതിലേക്ക് എത്തണമെങ്കിൽ ആദ്യം നമ്മൾ ഓരോ ഡേ ബൈ ഡേ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതിന് നമ്മൾ എന്തെന്ന് പറയുന്നു, ഷോർട്ട് ടേം പ്ലാൻസ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ പ്ലാൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോവർ ലെവൽ മാനേജേഴ്സ് ആയിരിക്കും അത്തരം പ്ലാനുകൾ ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഓടിച്ചൊന്ന് ചുരുക്കി പറഞ്ഞാലോ. പ്ലാനിങ് ടൈം ഫ്രെയിം, അതായത് ടൈമിൻ്റെയും ആൻഡ് ഓൾസോ ഏത് മാനേജ്മെൻറ്റ് ഫോർമുലേറ്റ് ചെയ്യുന്നത് എന്നതിൻ്റെ ബേസിൽ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് ഏതൊക്കെയാണ്, സ്ട്രാറ്റജിക്ക്, ടാക്ടിക്കൽ, ഓപ്പറേഷൻ. സ്ട്രാറ്റജിക്കൽ പ്ലാൻ എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷൻ്റെ മൊത്തം ഒബ്ജക്റ്റീവ്സ് അടങ്ങുന്ന അല്ലെങ്കിൽ ലോങ് ടേമിലേക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങൾ അടങ്ങുന്ന ഒരു ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഫോർമുലേറ്റ് ചെയ്യുന്ന പ്ലാൻസിന് നമ്മൾ എന്ത് പറയുന്നു, സ്ട്രാറ്റജിക്കൽ പ്ലാൻ എന്ന് പറയുന്നത്. അതിനുവേണ്ട ഇൻപുട്സ് ഓർഗനൈസേഷൻ്റെ എല്ലാ ലെവൽസിൽ നിന്നും കളക്ട് ചെയ്യുന്നതായിരിക്കും. ദെൻ ടാക്ടിക്കൽ പ്ലാൻ എന്ന് വെച്ചാൽ എന്താണ്, മിഡിൽ ലെവൽ മാനേജേഴ്സ് ഫോർമുലേറ്റ് ചെയ്യുന്ന ഈ ഒരു സ്ട്രാറ്റജിക്കൽ പ്ലാൻസിന് തന്നെ ചില ഭാഗങ്ങൾ അടങ്ങിയത് നമ്മൾ എന്ത് പറയുന്നു, ടാക്ടിക്കൽ പ്ലാൻസ് എന്ന് പറയുന്നു. മിഡിൽ ലെവൽ മാനേജേഴ്സ് ആയിരിക്കും, സ്ട്രാറ്റജിക്കിനേക്കാൾ ടൈം ഫ്രെയിം കുറവായിരിക്കും. ഓക്കെ, ദെൻ ഓപ്പറേഷൻ പ്ലാൻസ് പറയുമ്പോൾ എന്താണ്, ഡേ ബൈ ഡേ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഡേ ടു ഡേ ഓപ്പറേഷൻസ് അടങ്ങിയതാണ് എന്ത്, ഓപ്പറേഷൻ അല്ലെങ്കിൽ ഷോർട്ട് ടേം പ്ലാൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലോവർ ലെവൽ മാനേജേഴ്സ് ആയിരിക്കും അത്തരം പ്ലാനുകൾ ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്ന സെക്ഷൻ ബിയിലെ പ്ലാനിങ്ങിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഒരുപാട് തിയറി ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക് ബേസ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു പ്ലാൻസ് ഉറപ്പായിട്ട് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ലേ. ഒരു ഓർഗനൈസേഷൻ
ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്ലാൻസ് എപ്പോഴും ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, കാണാതെ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല, മനസ്സിലാക്കി പഠിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് സെക്ഷൻ ബിയിലെ ഒരു ചെറിയ ടോപ്പിക്കാണ്. ഇതുപോലെ ഒരുപാട് ടോപ്പിക്സ് സെക്ഷൻ ബിയിൽ വരുന്നുണ്ട്. നമുക്ക് അടുത്തടുത്ത വീഡിയോസിലായിട്ട് ബാക്കി കൂടെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ പ്ലാനിങ്ങും അതുപോലെ തന്നെ ഇപ്പം അടുത്ത വർഷങ്ങളിൽ എത്ര രൂപയാണ് നമ്മൾ ചിലവാക്കേണ്ടത്, പർച്ചേസിങ്ങിന് വേണ്ടി എത്ര ചിലവാക്കണം, പ്രൊഡക്ഷന് വേണ്ടി എത്ര ചിലവാക്കണം, മാർക്കറ്റിങ്ങിന് വേണ്ടി എത്ര ചിലവാക്കണം, അതുപോലെ അല്ലെങ്കിൽ മാർക്കറ്റ് എത്രയായിരിക്കും വരാൻ സാധ്യത, ഇത്തരത്തിൽ നമ്മൾ ഫോർകാസ്റ്റിങ്ങും ബഡ്ജറ്റിങ്ങും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. തിയറിയും പ്രാക്ടിക്കലും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ ബി എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ.